ടോപ്പ് ട്യൂഷന്റെ ജിയോഗ്രഫി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 5 ഇന്ത്യൻ എക്കോണമി ത്രൂ വേരിയസ് സെക്ടേഴ്സിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: ആർ വി ഡയറക്ട്ലി യൂസിങ് ഓൾ ദ പ്രൊഡക്ട്സ് ഡിറൈവ്ഡ് ഫ്രം ദ പ്രൈമറി സെക്ടർ? പ്രൈമറി സെക്ടറിൽ നിന്നും ഡിറൈവ് ചെയ്തു വരുന്ന പ്രൊഡക്ട്സ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ പ്രൈമറി സെക്ടറിൽ നിന്നും വരുന്ന പ്രൊഡക്ട്സ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. കാരണം ചില പ്രൊഡക്ട്സ്, അതായത് ഫ്രൂട്ട്സ് പോലത്തെ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. പക്ഷേ മറ്റ് പ്രൊഡക്ട്സ്, അതായത് കോട്ടൺ ഒക്കെ നമ്മൾ റോ മെറ്റീരിയൽസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് സെക്കൻഡറി സെക്ടേഴ്സ് മറ്റ് ഗുഡ്സ്, അതായത് ക്ലോത്ത് പോലത്തെ ഗുഡ്സ് ഉണ്ടാക്കിയിട്ട് അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. No, we do not directly use all products from the primary sector. Some products like fruits are used directly by us for consumption. Other products like cotton are used as raw materials. These raw materials are used in the secondary sector to make other goods like clothes. Question: which are the sectors helped by the primary sector? What are they? Name them. ഏതൊക്കെ സെക്ടേഴ്സ് ആണ് പ്രൈമറി സെക്ടർ ഹെൽപ്പ് ചെയ്യുന്നത്? അത് ഏതൊക്കെയാണെന്ന് അതിന്റെ പേര് എഴുതാം. ഇപ്പോൾ പ്രൈമറി സെക്ടർ വന്നിട്ട് സെക്കൻഡറിയും അതുപോലെ ടെറിഷറി സെക്ടേഴ്സിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പ്രൈമറി സെക്ടർ വന്നിട്ട് ഇവർക്ക് റോ മെറ്റീരിയൽസ്, അതായത് കോട്ടൺ, ഷുഗർ കെയിൻ പോലത്തെ റോ മെറ്റീരിയൽസ് ആണ് സെക്കൻഡറി സെക്ടറിന് മാനുഫാക്ചറിങ്ങിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുമാത്രമല്ല, സെക്കൻഡറി സെക്ടറിലും അതുപോലെ ടെറിഷറി സെക്ടറിലും വർക്ക് ചെയ്യുന്ന പീപ്പിൾസിന് ഫുഡ് ഐറ്റംസ് ഒക്കെ പ്രൈമറി സെക്ടറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ട്രാൻസ്പോർട്ട്, ബാങ്കിങ് പോലത്തെ സർവീസസ് ഒക്കെ ടെറിഷറി സെക്ടറിന് പ്രൊവൈഡ് ചെയ്തിട്ട് ടെറിഷറി സെക്ടറിനെ പ്രൈമറി സെക്ടർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് തന്നെ എഴുതാൻ നോക്കാം. The primary sector helps both the secondary and tertiary sectors. It provides raw materials like cotton and sugarcane to the secondary sector for manufacturing. It provides food items for people working in the both secondary and tertiary sectors. It also supports the tertiary sector by using services like transport and banking. Question: what are the assistance received by the primary sector from the other sectors? മറ്റു സെക്ടേഴ്സിൽ നിന്നും എന്തൊക്കെ അസിസ്റ്റൻസ് ആണ് പ്രൈമറി സെക്ടർ റിസീവ് ചെയ്യുന്നത്? ഇപ്പോൾ പ്രൈമറി സെക്ടർ വന്നിട്ട് സെക്കൻഡറി സെക്ടറിൽ നിന്നും മെഷീനറിയും അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ്റെ ഇൻക്രീസിന് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ടെറിഷറി സെക്ടറിൽ നിന്നും പ്രൈമറി സെക്ടർ വന്നിട്ട് ഗുഡ്സ് ഒക്കെ മൂവ് ചെയ്യാനുള്ള ട്രാൻസ്പോർട്ടേഷൻ അസിസ്റ്റൻസ് റിസീവ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ലോൺസ്, ബാങ്ക്സ് പോലത്തുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസും പ്രൈമറി സെക്ടേഴ്സ് റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് തന്നെ എഴുതാൻ നോക്കാം. The primary sector receives machinery and fertilizers from the secondary sector. This helps to increase agricultural production. From the tertiary sector, it receives assistance like transportation to move goods. It also gets financial assistance like loans and banks. Question: how are the primary, secondary and tertiary sectors mutually related? എങ്ങനെയാണ് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി സെക്ടേഴ്സ് മ്യൂച്വലി റിലേറ്റഡ് ആയിട്ടുള്ളത്? ഇപ്പോൾ പ്രൈമറി, സെക്കൻഡറി അതുപോലെ ടെറിഷറി സെക്ടേഴ്സ് പരസ്പരം ഹൈലി ഡിപ്പെൻഡൻ്റ് ആണ് അവയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ പ്രൈമറി സെക്ടറാണ് സെക്കൻഡറി സെക്ടേഴ്സിന് റോ മെറ്റീരിയൽസ് ഒക്കെ സപ്ലൈ ചെയ്യുന്നത്. സെക്കൻഡറി സെക്ടർ വന്നിട്ട് തിരിച്ച് പ്രൈമറി സെക്ടറിന് മെഷീനറി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെറിഷറി സെക്ടർ വന്നിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ട്രാൻസ്പോർട്ടേഷന്, ബാങ്കിങ് പോലത്തുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള സർവീസസ് ആണ് മറ്റ് രണ്ട് സെക്ടേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The three sectors are highly dependent on each other for their growth. The primary sector supplies raw materials to the secondary sector. The secondary sector provides machinery to the primary sector. The tertiary sector provides essential services like transport and banking to both other sectors. Question: what is the significance of calculating NNP? NNP calculate ചെയ്യുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇപ്പോൾ NNP എന്ന് പറയുന്നത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതിന് ഒരു കൺട്രിയുടെ റിയൽ നാഷണൽ ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ക്യാപിറ്റൽ ഗുഡ്സിൽ നിന്നും ഡിപ്രസിയേഷനൊക്കെ റിഡ്യൂസ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു വാല്യൂ, അതായത് GNPയിൽ നിന്നും ഡിപ്രസിയേഷൻ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന NNP ആണ്
ഒരു കൺട്രീൻ്റെ എക്കണോമിക് പ്രൊഡക്ഷൻ്റെ ഒരു അക്യുറേറ്റ് പിക്ചർ നൽകുന്നത്. അപ്പോൾ ഇതുമൂലം നമുക്ക് ഒരു കൺട്രിയുടെ യഥാർത്ഥ എക്കണോമിക് സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Calculating net national product, that is NNP, is significant as it is considered the real national income of a country. It accounts for the reduction in the value of capital goods due to wear and tear, known as depreciation. By subtracting depreciation from GNP, NNP gives a more accurate picture of a country's economic production. This makes it a better tool for understanding the true economic status. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: What will happen to per capita income if the population of a country increases more than the national income? ഒരു കൺട്രിയുടെ പോപ്പുലേഷൻ വന്നിട്ട് അവിടുത്തെ നാഷണൽ ഇൻകത്തിനെക്കാളും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പെർ ക്യാപിറ്റ ഇൻകത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഒരു കൺട്രിയുടെ പോപ്പുലേഷൻ വന്നിട്ട് നാഷണൽ ഇൻകത്തിനെക്കാളും കൂടുതലാണെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം വന്നിട്ട് കുറയുകയാണ് ചെയ്യുന്നത്. അതായത് പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നാഷണൽ ഇൻകത്തിനെ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഡിനോമിനേറ്റർ അതായത് പോപ്പുലേഷൻ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ നാഷണൽ ഇൻകം വന്നിട്ട് സ്മോളർ ആവുകയാണ് ചെയ്യുക, അത് കുറയുകയാണ് ചെയ്യുക. ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നാഷണൽ ഇൻകത്തിൽ ഓരോ വ്യക്തിയുടെയും ഷെയർ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. If the population of a country increases more than its national income, the per capita income will decrease. Per capita income is calculated by dividing national income by the total population. When the denominator, that is population, grows faster than the numerator, that is national income, the resulting value becomes smaller. This indicates that, on average, each person's share of the national income has reduced. Question: What happens to the per capita income when the income of only a small segment of population increases? Discuss the consequences of such a change and prepare a brief note. ഒരു സ്മോൾ സെഗ്മെന്റ് പോപ്പുലേഷന്റെ ഇൻകം ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ പെർ ക്യാപിറ്റ ഇൻകത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതുമൂലം ഉണ്ടാവുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ നാഷണൽ ഇൻകം ഇൻക്രീസ് ആവും, ഇതുമൂലം പെർ ക്യാപിറ്റ ഇൻകവും ഇൻക്രീസ് ആവും. പക്ഷേ ഇത് വന്നിട്ട് ഒരു മിസ്ലീഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അതായത് മെജോറിറ്റി ഓഫ് പീപ്പിളിന്റെ എക്കണോമിക് കണ്ടീഷൻ ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ വന്നിട്ട് ഇൻകം ഇനീക്വാളിറ്റിക്ക് ലീഡ് ചെയ്യും. അതായത് കുറച്ച് ആൾക്കാർ റിച്ചും അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ പുവറായിട്ടും റിമെയിൻ ചെയ്യുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. When the income of only a small group of people increases, the overall national income might go up. This can cause the per capita income to show an increase. However, this is misleading because it does not reflect the economic condition of the majority of people. This situation leads to income inequality, where a few people become very rich while many remain poor. Question: The knowledge-based sector plays an important role in strengthening the tertiary sector. Evaluate the statement. Tertiary sectorനെ strengthen ചെയ്യുന്നതിൽ നോളജ് ബേസ്ഡ് സെക്ടർ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മോഡേൺ ടെർഷറി സെക്ടറിന്റെ ഒരു കീ പാർട്ടാണ് നോളജ് ബേസ്ഡ് സെക്ടർ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹൈ വാല്യൂ ആയിട്ടുള്ള സർവീസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നോളജിയും ഇൻഫർമേഷൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, IT സർവീസസ് ഒക്കെ അതുപോലത്തെ ഇൻഡസ്ട്രീസ് ഒക്കെ ഇപ്പോൾ പെട്ടെന്ന് ഗ്രോ ചെയ്യുന്നതാണ്. ഈ ഒരു ഇൻഡസ്ട്രീസ് വന്നിട്ട് കുറേ ജോബ്സ് ക്രിയേറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ നാഷണൽ ഇൻകം വന്നിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല എൻ്റയർ സർവീസ് സെക്ടറിനെ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. This statement is true because the knowledge-based sector is a key part of the modern tertiary sector. It uses technology and information to create high-value services. Industries like software development, IT services, and research are growing fast. These industries create many jobs and contribute significantly to the national income, strengthening the entire service sector. Question: What are the three sectors of an economy? Give an example for each. എക്കോണമിയിൽ വരുന്ന 3 സെക്ടേഴ്സ് ഏതൊക്കെയാണ്? ഓരോന്നിനും ഓരോ എക്സാമ്പിൾ വീതം എഴുതാം.
ഇപ്പോൾ എക്കോണമിയിൽ വരുന്ന 3 സെക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷറി സെക്ടേഴ്സ് ആണ്. ഇപ്പോൾ പ്രൈമറി സെക്ടറിന് എക്സാമ്പിൾ വന്നിട്ട് അഗ്രികൾച്ചർ ആണ്. സെക്കൻഡറി സെക്ടറിന് എക്സാമ്പിൾ വന്നിട്ട് മാനുഫാക്ചറിങ് ഫാക്ടറീസ് ആണ്. പിന്നെ ടെർഷറി സെക്ടറിന് ഒരു എക്സാമ്പിൾ വന്നിട്ട് ബാങ്കിങ് സർവീസസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The 3 sectors are the primary, secondary and tertiary sectors. An example of the primary sector is agriculture. An example of the secondary sector is a car manufacturing factory. An example for the tertiary sector is banking services. Question: Why is the primary sector also called the agricultural sector? എന്തുകൊണ്ടാണ് പ്രൈമറി സെക്ടറിനെ അഗ്രികൾച്ചറൽ സെക്ടർ എന്നും പറയുന്നത്? ഇപ്പോൾ പ്രൈമറി സെക്ടറിനെ അഗ്രികൾച്ചർ സെക്ടർ എന്നും പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നാച്ചുറൽ റിസോഴ്സസിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. അതായത് അഗ്രികൾച്ചർ, ഫിഷിങ്, ആനിമൽ ഹസ്ബൻഡറിയൊക്കെയാണ് ഈ ഒരു സെക്ടറിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. അതുകൊണ്ടാണ് അതിന് അഗ്രികൾച്ചർ സെക്ടർ എന്ന പേര് വന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The primary sector is also called the agricultural sector. This is because it mainly includes activities that depend on natural resources. Agriculture and allied activities like fishing and animal husbandry are the most important activities in this sector. Therefore, it gets the name agriculture sector. Join Top Tuition Center today to achieve excellent success through small batch-sized tuition classes for high school students. Question: Define national income. നാഷണൽ ഇൻകത്തിനെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്യുക. ഇപ്പം നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഫൈനൽ ആയിട്ടുള്ള ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ടോട്ടൽ മണി വാല്യൂ ആണ്. ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് വന്നിട്ട് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു കൺട്രി പ്രൊഡ്യൂസ് ചെയ്തതായിരിക്കണം. അത് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ പൊതുവെ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അപ്പോൾ ഈ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് കൺട്രിയുടെ എക്കണോമിക് പെർഫോമൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. National income is the total money value of all final goods and services. These goods and services are produced in a country during one financial year. A financial year in India starts on April 1st and ends on March 31st. It is an important indicator of a country's economic performance. Question: What is the difference between final goods and intermediate goods? Final goods ഇന്റെയും intermediate goods ഇന്റെയും ഡിഫറൻസ് എന്താണ്? ഇപ്പോൾ ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്യൂമറിന് യൂസ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലുള്ള പ്രൊഡക്ട്സ് ആണ്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ബിസ്ക്കറ്റ്. ഈ ബിസ്ക്കറ്റ് വന്നിട്ട് കൺസ്യൂമറിന് ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ വീറ്റ് ഫ്ലോർ. ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീറ്റ് ഫ്ലോർ വേണം. അപ്പോൾ വീറ്റ് ഫ്ലോർ ആണ് ഇവിടുത്തെ ഇന്റർമീഡിയറ്റ് ഗുഡ്സ്, ബിസ്ക്കറ്റ് ആണ് ഇവിടുത്തെ ഫൈനൽ ഗുഡ്സ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഫൈനൽ ഗുഡ്സ് ആർ പ്രോഡക്ട്സ് ദാറ്റ് ആർ റെഡി ടു ബി യൂസ്ഡ് ബൈ ദ കൺസ്യൂമർ. ഫോർ എക്സാമ്പിൾ, എ ബിസ്ക്കറ്റ് യു ഈറ്റ് ഈസ് എ ഫൈനൽ ഗുഡ്. Intermediate goods are used as raw materials to produce other goods. For example, the wheat flour used to make the biscuit is an intermediate good. Question: List 3 reasons why calculating national income is important. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ 3 റീസൺസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് വന്നിട്ട് ഒരു കൺട്രിയുടെ എക്കണോമിക് ഗ്രോത്ത് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത് വന്നിട്ട് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് എക്കണോമിക്ക് വേണ്ടി എന്തൊക്കെ കോൺട്രിബ്യൂഷൻ നൽകിയെന്ന് അസസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. മൂന്നാമത് വന്നിട്ട് പല അതായത് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ഒക്കെ പ്ലാൻ ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഗവൺമെൻറ്റിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. First, it helps us understand the economic growth of the country. Second, it allows us to assess the contribution of different sectors to the economy. Third, it helps the government in planning and implementing various development projects. Question: What are the 3 methods of measuring national income? National income measure ചെയ്യാനുള്ള 3 methods ഏതൊക്കെയാണ്? ഇപ്പോൾ നാഷണൽ ഇൻകം മെഷർ ചെയ്യാനുള്ള 3 മെത്തേഡ്സ് വന്നിട്ട് ഒന്ന് പ്രൊഡക്റ്റ് മെത്തേഡാണ്, പിന്നെ വരുന്നത് ഇൻകം മെത്തേഡും പിന്നെ എക്സ്പെൻഡിച്ചർ മെത്തേഡും ആണ്. ഇപ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡ് വന്നിട്ട് ഫൈനലായിട്ട് വരുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിൻ്റെ വാല്യൂ, ടോട്ടൽ വാല്യൂ എടുക്കുകയാണ്.
പിന്നെ ഇൻകം മെത്തേഡ് എന്ന് വന്നിട്ട് നമ്മുടെ റെന്റ്, വേജസ്, പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് പോലെയുള്ള എല്ലാ ഇൻകത്തിൻ്റെയും ടോട്ടലാണ് എടുക്കുന്നത്. ഇനി എക്സ്പെൻഡിച്ചർ മെത്തേഡ് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് വന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ ഗവൺമെന്റ് എക്സ്പെൻസ്, നെറ്റ് എക്സ്പോർട്സ്, അതിൻ്റെയൊക്കെ ടോട്ടലാണ് ഈ ഒരു മെത്തേഡിൽ എടുക്കുന്നത്. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The three methods for measuring national income are the product method, income method, and the expenditure method. The product method totals the values of all final goods and services produced. The income method totals all incomes like rent, wages, interest, and profit. The expenditure method totals all spending on consumption, investment, government expenses, and net exports. Question. Explain the product method of calculating national income. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് മെത്തേഡിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡിനകത്ത് ഫൈനൽ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും മണി വാല്യൂ സം ചെയ്തിട്ടുള്ള നാഷണൽ ഇൻകം ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ വന്നിട്ട് 3 സെക്ടേഴ്സിനും കൂടി വേണ്ടിയിട്ടാണ്, അതായത് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി സെക്ടേഴ്സിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ വന്നിട്ട് സിംഗിൾ ഫിനാൻഷ്യൽ ഇയറിലാണ് നടത്തുന്നത്. ഈ ഒരു മെത്തേഡ് ഓരോ സെക്ടേഴ്സും നാഷണൽ ഇൻകത്തിന് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് നമുക്ക് ക്ലിയർലി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The product method calculates national income by summing up the money value of final goods and services. This is calculated for all the 3 sectors, that is primary, secondary, and tertiary. The calculation is done for a single financial year. This method clearly shows how much each sector contributes to the national income. Question. What is gross domestic product or GDP? Gross domestic product അല്ലെങ്കിൽ GDP പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫൈനൽ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ടോട്ടൽ മണി വാല്യൂ ആണ്. ഇത് വന്നിട്ട് ഒരു വർഷത്തിൽ ഒരു കൺട്രിയിൽ ഡൊമസ്റ്റിക് ടെറിട്ടറി പ്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു സിറ്റിസൺ, കൺട്രിയിലുള്ള സിറ്റിസണിൻ്റെ ഇൻകോ അല്ലെങ്കിൽ അബ്രോഡിലുള്ള കമ്പനീസിൽ നിന്നുള്ള ഇൻകം ഒന്നും ഇൻക്ലൂഡഡ് അല്ല. ഈ GDP എന്ന് പറയുന്നത് ഓരോ സെക്ടേഴ്സും, ഒരു കൺട്രിയിലുള്ള ഓരോ സെക്ടേഴ്സും എത്ര കോൺട്രിബ്യൂഷൻ നടത്തിയെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗുഡ് മെഷറാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Gross domestic product or GDP is the total money value of all final goods and services. These are produced within the domestic territory of a country in a year. It does not include income earned by the country's citizens or companies from abroad. GDP is a good measure to analyze the contributions of different sectors within the country. Question. How is gross national product or GNP different from GDP? എങ്ങനെയാണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് GDPയിൽ നിന്നും ഡിഫറെൻ്റ് ആവുന്നത്? ഇപ്പോൾ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ GNP കാൽക്കുലേറ്റ് ചെയ്യുന്നത് GDPയും അതോടൊപ്പം തന്നെ അബ്രോഡിലുള്ള ഇന്ത്യൻസിൻ്റെ ഇൻകമും കൂടി ആഡ് ചെയ്തിട്ടാണ് GNP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇന്ത്യയിലുള്ള ഫോറിൻ നാഷണൽസിൻ്റെയും ഫേംസിൻ്റെയൊക്കെ ഏർണിങ്സ് സബ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് GNPയിൽ അബ്രോഡിലുള്ള ഇൻകം ഇൻക്ലൂഡഡ് ആണ്. അതേസമയം GDPയിൽ നാഷണൽ, അതായത് കൺട്രിയിലുള്ള ഇൻകംസ് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ GNP വന്നിട്ട് ഒരു കൺട്രിയിൽ റെസിഡൻസിൻ്റെ ടോട്ടൽ ഇൻകം ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. GNP is calculated by taking the GDP and adding the income earned by Indians from abroad. Then the income earned by the foreign nationals and firms in India is subtracted. So GNP includes income from abroad, while GDP only includes income generated within the country's borders. GNP represents the total income of the residents of the country. Subscribe to this channel for more videos like this. Question. What is per capita income and how is it calculated? Per capita income പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയിലുള്ള പേഴ്സണിൻ്റെ ആവറേജ് ഇൻകം ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ജനങ്ങളുടെ എക്കണോമിക് വെൽബീയിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പെർ ക്യാപിറ്റ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക വെച്ചാൽ കൺട്രിയുടെ നാഷണൽ ഇൻകത്തിന് കൺട്രിയുടെ ടോട്ടൽ പോപ്പുലേഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം പറയുന്നത് ഹയർ ആണെങ്കിൽ അത് സജസ്റ്റ് ചെയ്യുന്നത് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Per capita income is the average income of a person in a country. It is an important indicator of the economic well-being of the people. It is calculated by dividing the national income by the country's total population.
A higher per capita income generally suggests a better standard of living. Question. Mention two limitations in measuring national income. National income measure ചെയ്യുന്നതിൽ വരുന്ന രണ്ട് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നതിൽ വരുന്ന ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ വന്നിട്ട് നമുക്ക് അക്യുറേറ്റ് ആയിരിക്കില്ല. ഇത് വന്നിട്ട് റോങ് കാൽക്കുലേഷൻസിൽ ലീഡ് ചെയ്യും. മറ്റൊരു പ്രോബ്ലം പറയുന്നത് ഡബിൾ കൗണ്ടിങ് ആണ്. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂ വന്നിട്ട് ഡിഫറെൻറ്റ് സ്റ്റേജസിൽ ഒന്നിൽ കൂടുതൽ കൗണ്ട് ചെയ്യുന്നതാണ്. പിന്നെ വാല്യൂ ഓഫ് സർവീസ്, അത് ഹോം മേക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂ ഓഫ് സർവീസും അതുപോലെ തന്നെ സെൽഫ് കൺസംഷന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ഒന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തത് ആക്ച്വൽ വാല്യൂവിനേക്കാളും ലോവർ ആയിരിക്കും എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. One limitation is the lack of accurate statistical data, which can lead to wrong calculations. Another problem is double counting, where the value of a product is counted more than once at different stages. Also, the value of services provided by homemakers and goods produced for self-consumption are not included. This means the calculated national income may be lower than the actual value. Question. What is gross value added or GVA? Gross value added അല്ലെങ്കിൽ GVA പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡ് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സും സർവീസസിൻ്റെയൊക്കെ ടോട്ടൽ വാല്യൂ ആണ്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു വെച്ചാൽ ഗ്രോസ് പ്രൊഡക്റ്റ് വാല്യൂവിൽ നിന്നും ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ വാല്യൂ മൈനസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ GVA വന്നിട്ട് എക്കണോമിയിൽ ഓരോ സെക്ടറിൻ്റെയും കോൺട്രിബ്യൂഷൻ മെഷർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഇതിനകത്ത് പ്രൊഡക്റ്റ് ടാക്സസും അതുപോലെ സബ്സിഡീസ് ഇതൊന്നും ഇൻക്ലൂഡഡ് അല്ല. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Gross value added or GVA is the total value of goods and services produced in an economy. It is calculated by subtracting the value of intermediate consumption or raw materials from the gross product value. GVA helps to measure the contribution of each sector to the economy accurately. It does not include product taxes or subsidies. Question. Why is the tertiary sector's contribution to India's GVA growing? എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ GVAയിൽ ടെർഷറി സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്? അപ്പോൾ ടെർഷറി സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ഗ്രോ ചെയ്യാൻ കുറേയധികം റീസൺസ് ഉണ്ട്. അതായത് ബാങ്കിന്റെയും ഇൻഷുറൻസ് സെക്ടറിന്റെ ഒക്കെ ഗ്രോത്ത് ആണ് അതിലൊരു കാരണം. പിന്നെ വന്നിട്ട് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടിന്റെ ഒക്കെ ഡെവലപ്മെന്റ് ആണ്. പിന്നെ ടൂറിസത്തിന്റെയും അതുപോലെ നോളേജ് ബേസ്ഡ് ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്ത് ഒക്കെ ഇതിന്റെ ഒരു റീസൺ ആണ്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The tertiary sector's contribution is growing due to several reasons. There is growth in the banking and insurance sector. There is also development in transport, communication, health, and education. The growth of tourism and knowledge-based industries also contributes to this trend. Question. What is the difference between organized and unorganized sectors? Organized ഉം unorganized sectors തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഓർഗനൈസ്ഡ് സെക്ടറിനകത്ത് വരുന്നത് ഗവൺമെന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തതും അതുപോലെ തന്നെ ലീഗൽ റൂൾസ് ഫോളോ ചെയ്യുന്ന എന്റർപ്രൈസസുകളാണ്. അപ്പോൾ ഇത് വന്നിട്ട് ജോബ് സെക്യൂരിറ്റിയും ഹൈ സാലറിയും അതുപോലെ സേഫ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അൺഓർഗനൈസ്ഡ് സെക്ടർ പറഞ്ഞാൽ ഗവൺമെന്റുമായിട്ട് രജിസ്റ്റേർഡ് ആയിരിക്കില്ല, അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ലീഗൽ സിസ്റ്റംസ് ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ലോ വേജസും അതുപോലെ ടെമ്പററി ജോബ്സും പിന്നെ ജോബ് സെക്യൂരിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The organized sector includes enterprises registered with the government and follows legal rules. It provides job security, high salary, and a safe working atmosphere. The unorganized sector is not registered and does not follow a proper legal system. It has low wages, temporary jobs, and a lack of job security. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൺ വേർഡ് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ്. Question. The economic sector that uses natural resources directly is called the dash sector. Answer. Primary sector. Question. The secondary sector is also known as the dash sector. Answer. Industrial sector. Next question. The tertiary sector is also known as the dash sector. Answer. Service sector. Next question. The total income generated from all economic activities in a country in a year is called dash. Answer. National income.
Next question. In India, the financial year is from dash to dash. Answer: April 1st to March 31st. Question. A product used as a raw material to produce another product is known as a dash good. Answer: intermediate good. Next question. The method that calculates national income by adding up rent, wages, interest, and profit is the dash method. Answer: income method. Next question. The money value of all final goods and services produced within the domestic territory of a country is called dash. Answer: gross domestic product or GDP. Next question. When we deduct depreciation from GNP, we get dash. Answer: net national product or NNP. Next question. Per capita income is calculated by dividing the national income by the dash. Answer: total population. Question. The possibility of counting the value of a product at more than one stage is called dash. Answer: double counting. Next question. From 2015, the NSO uses the concept of dash to find out sectoral contribution. Answer: gross value added or GVA. Next question. The sector that has made the most outstanding contribution to Kerala's GSVA in recent years is the dash sector. Answer: service sector. Next question. The growth of industries based on modern technology and ICT possibilities has led to a dash economy. Answer: knowledge economy. Next question. The change in the relative importance of different sectors during economic growth is called dash. Answer: structural transformation. Next question. An employment sector that is registered under law and provides job security is the dash sector. Answer: organized sector. Next question. An employment sector with no job security and low wages is the dash sector. Answer: unorganized sector. Next question. The Unorganized Workers Dash Act was passed in 2008. Answer: social security. Next question. A worker who works outside the conventional employer-employee relationship is called a dash worker. Answer: gig platform. Next question. The organization that collects and publishes economic statistical data in India is the dash. Answer: National Statistical Office or NSO. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.